നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് കാരക്കോണം അമരവിള റോഡിൽ കിഫ്ബി പദ്ധതി പ്രകാരം കോടികൾ ചെലവഴിച്ച് നിർമ്മാണം നടക്കുന്ന ഈ സ്ഥലത്താണ് നിൽക്കുന്നത്. റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരും രംഗത്തുണ്ട്. എന്താണ് വിഷയങ്ങളെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, കണ്ട് മനസ്സിലാക്കാം. ചേട്ടാ, ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ നേരിടുന്നത്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ നിവർത്തിയില്ല. അവരാദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ റോഡ് ഓട ഈ അറ്റത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാണ് ഈ ഇതെല്ലാം മതിലായിരുന്നു. മതിലെല്ലാം പൊളിച്ച് ആ ഗേറ്റിനെയൊക്കെ അവർ ഇടിച്ച് നശിപ്പിച്ച് ആണ് കൊടുത്തത്. അത് പൊളിച്ചു മാറ്റാൻ അവർ പറഞ്ഞ് അവർക്ക് സമയം കൊടുത്തില്ല, നിസ്സാര സമയം കൊടുത്തുള്ളൂ. അതുകൊണ്ട് മാറിയില്ല. അപ്പോൾ അവരെടുത്ത് ഞങ്ങൾ പറഞ്ഞു ഈ ഗേറ്റ് പൊളിച്ചങ്ങോട്ട് നീക്കി വയ്ക്കാമെന്ന് പറഞ്ഞു. അത് അവർ ചെയ്തില്ല. വൻ നഷ്ടമാണ് അവരുണ്ടാക്കിയത്, ഈ റോഡ് പണിയാൻ വന്നവർ. എന്നിട്ട് ഈ ഓട അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അപ്പോഴും ഞങ്ങൾ എതിർത്തതാണ്. ഓട മാറ്റി ആദ്യം ഇവിടെ വെക്കുക, ഓട അറ്റത്ത് വെച്ചിട്ട് വണ്ടി പാർക്ക്. അതായത് മതിലിനോട് ചേർത്ത് ഓട വയ്ക്കാൻ നിങ്ങൾ പറഞ്ഞു? ഓട വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, പിന്നെ അടിയിൽ കൂടെ പൈപ്പ് ഇടുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 2.5 അടി മാറ്റി വെക്ക്, ആ പൈപ്പ് അടിയിൽ കൂടെ പൊക്കോട്ടെന്ന്. അതും അവർ ചെയ്തില്ല. ചെയ്യാതെ അവസാനം ഇപ്പം ചെളി കൊണ്ട് നിവർത്തിയില്ലാതെ ഞങ്ങളിവിടെ സമരം ചെയ്ത് പെട്ടെന്ന് ഇവർ ഒരു ടാർ ചെയ്ത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വേറൊരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അവരിന് വരുന്നത് ഈ വണ്ടി മാർക്കിടും, 2 വണ്ടിക്ക് പോകാനായിട്ട് മാർക്കിടും. ഈ മാർക്കിൻ്റെ അപ്പുറത്ത് പോയാൽ ആ വണ്ടിയുടെ ഫൈൻ അടിക്കും. അതാണ് അവരുടെ നടപടി. അതുകൊണ്ട് നമുക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കടകളിലോടും കച്ചവടം ചെയ്യാൻ വണ്ടി പാർക്ക് ചെയ്യാൻ നിവർത്തിയില്ല. അതിനൊരു പരിഹാരം ഉണ്ടാവണം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളോട് ചോദിക്കാതെയാണ് ഈ മതിലെല്ലാം പൊളിച്ചത്? ചോദിക്കാൻ അവർ നോട്ടീസ് കൊടുത്തത് പുറമ്പോക്കിൻ്റെ ഇരിക്കുന്നതെന്ന് പറയുന്നത് അവർ നോട്ടീസ് കൊടുത്തത്. നമുക്കൊന്നും അറിയത്തില്ല ഈ പുറമ്പോക്ക് എവിടെയാണെന്നൊന്നും അറിയില്ല. ഈ മതിലിരുന്ന പണ്ടേ മതിൽ വെച്ചിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതായത് 1957 കാലഘട്ടത്താണ് ഈ മതിൽ പലരും വെച്ചത്. ആ മതിൽ അന്ന് വെച്ച മതിലിനെ മതിലിൻ്റെ ഗേറ്റിനെ അവരെ ഇടിച്ച് നശിപ്പിച്ച് ചുരുട്ടിയാണ് ഈ ഇവിടെ നിൽപ്പുണ്ടൊരു കക്ഷി. ആ കക്ഷി 50,000 രൂപയുടെ മതിൽ ആ ഗേറ്റായിരുന്നു. അതിനെ ചുരുട്ടി മടക്കി പിന്നെ ആക്രി കച്ചവടക്കാർ പോലും എടുക്കാത്ത രീതിയിലാക്കി അവർ ഇറ്റാച്ചി വെച്ച്. ഞാനത് എതിർക്കുകയും ചെയ്തു. എതിർത്തപ്പം അത് ഞങ്ങൾ നോട്ടീസ് കൊടുത്ത് 5 ദിവസമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 5-6 ദിവസം. അവർ അതിൻ്റെ ഡേറ്റ് നേരത്തെയാണ് ഇട്ടയ്ക്കുന്നത്. അവർ നമ്മുടെ കൈ കിട്ടുന്നത് 5 ദിവസമാണ്. ഈ 5 ദിവസത്തിനകത്ത് പണിക്കാരെ വെച്ച് ഇത് പൊളിച്ചു മാറ്റാനുള്ള സൗകര്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുപോലും ചെയ്യാതെയാണ് അവർ ചെയ്തത്. ഇപ്പോൾ ഓടയെന്ന് പറഞ്ഞാൽ പിന്നെ നിരപ്പില്ല. ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ ഒരു പെങ്കൊച്ച് ഈ ഓടയിൽ കൂടെ നിലയിൽ കൂടെ നടന്നു, സ്ലാബിൽ കൂടെ. ഈ സ്ലാബിൻ്റെ കൈ തട്ടി അവിടെ വീണ് അവരുടെ നെഞ്ചാണ്ടിച്ചത്. ആ ബുദ്ധിമുട്ടുണ്ട് പലരും ഈ ഓടയിൽ നിന്ന്. അപ്പോൾ ഈ ഓട വെക്കുന്നത് തന്നെയും ഒരിടത്ത് വെക്കുക, 10 എണ്ണം വെക്കുക, അവിടെ ബാക്കി ബ്ലാങ്ക് ചെയ്യുക, പിന്നെ അപ്പുറത്തോട്ട് പോവുക. അതായത് ഒരു നിരപ്പിലല്ല ചെയ്തിട്ടുള്ളത്, ഒരു അറേഞ്ച്മെൻറ്റും ഇല്ലാത്ത രീതിയിൽ. അവർ തോന്നിയ ദിവസം കുറേ ഓട കൊണ്ടുവയ്ക്കും, പരാതിപ്പെടുന്നവൻ്റെ കൂടെ അവിടെ കുറേ ഓട കൊണ്ടുവയ്ക്കും, പിന്നെ അങ്ങ് പോകും. അവിടെ നോക്കണം, അവിടെ തന്നെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഈ ആൾക്കാർ ഇങ്ങനെ ഇതിൻ്റെ പുറത്തൂടെ നടന്നു വരുമ്പോൾ അതിനകത്ത് സംഭവിക്കും. അപ്പോൾ ഞാനാണ് ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ അത്രയും വിഷം ഉണ്ടാക്കിയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് തിങ്കളാഴ്ച അവിടെ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഓട പീസ് ചെയ്ത് അങ്ങനെ അവിടെ കൊണ്ടുവന്നിടുക. ഒരിടം അവർ ഫില്ല് ചെയ്തിട്ടില്ല. ഈ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയുള്ള നടപടികൾ ഒഴിവാക്കി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഈ വികസനം കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓടയെല്ലാം ഒരേ ലെവലാക്കിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സൗകര്യം എത്രയും വേഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെടുന്നത് 2.5 കിലോമീറ്റർ ഇവിടെ നിന്ന് പോയാൽ ഹൈവേ കയറാം. അപ്പോൾ അവിടെ നിന്ന് വരുന്ന രാത്രി വരുന്ന ടാറസ് ലോറികൾ, പകലും ടാറസ് ലോറി ഈ ഐ ടി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഐ.ടിയിലുള്ള പിള്ളേർ കംപ്ലീറ്റ് ഇറങ്ങി ഇങ്ങോട്ടാണ് ബസ് കയറാൻ നിൽക്കുന്നത്. ഈ മേവിനെ ചർച്ച് വരെ പിള്ളേർ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഇവിടെ ഈ പിള്ളേർ നിന്ന് കഴിഞ്ഞാൽ ബസ് നിർത്തുകയില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഐ.ടി ജംഗ്ഷനിൽ മാത്രമേ പാർക്ക് ചെയ്യേണ്ട സ്ഥലമുള്ളൂ. പക്ഷേ നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്ന അങ്ങോട്ട് ബസ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ബസ് വേ ഇല്ല. അത് നെയ്യാറ്റിൻകരയിൽ നിന്ന് കാരക്കോണത്തേക്ക് വരുന്ന വഴിക്ക് അവിടെ ബസ് വേ ഉണ്ട്. പക്ഷേ നെയ്യാറ്റിൻകരയ്ക്ക് പോകുമ്പോൾ ബസ് വേ ഇല്ല. അത് ചർച്ച് ഐ.ടി ജംഗ്ഷനിൽ ഒരു ചർച്ച് ഇരിപ്പുണ്ട്, കൊല്ലയിൽ ദൂതർ ചർച്ച്. ആ ചർച്ചിൻ്റെ ഫ്രണ്ട് തൊട്ട് മേവിരം ചർച്ചിൻ്റെ ഇപ്പുറം വരെ ഓട വെച്ച് റോഡിനെ വളരെ ചെറുതാക്കി ചെയ്തിരിക്കുകയാണ്. 18 മീറ്ററാണ് അവരാദ്യം അളന്നത്. അങ്ങനെയാണ് ഇവിടെ ഇരുന്ന സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിലുള്ള കടകളെല്ലാം പൊളിച്ചത്. ഇപ്പം 9 മീറ്റർ പോലും ഇല്ല. 8.80, 8.75 സെൻറ്റിമീറ്റർ മാത്രമേ ഈ റോഡിന് വീതിയുള്ളൂ. ഓടകളൊന്നും ലെവലായിട്ടല്ല വെച്ചിട്ടുള്ളത്. എല്ലാം ഓടയും താത്ത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് യാത്രാ സൗകര്യം നമുക്ക് വേണം, കടകൾക്ക് ആൾക്കാർക്ക് സാധനം വാങ്ങിക്കണം, പാർക്കിംഗ് സൗകര്യം വേണം. അതിന് കണക്കാക്കി എത്രയും പെട്ടെന്ന് ഇവിടുത്തെ അധികാരികൾ, PW എഞ്ചിനീയർമാർ എല്ലാവരും വന്ന് നിന്ന് അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് എത്രയും വേഗം ഉണ്ടാവണം. അല്ലെങ്കിൽ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ജനങ്ങളുടെ ഇവർ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആരും ഇതിന് ഒരു നടപടി ഇതുവരെ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ റോഡ് ഒരു ലെവൽ വേണം. ഇതിപ്പോൾ ലെവൽ എന്ന് പറയുന്നത് അലൈൻമെൻ്റ് എന്നാണ് അവർ പറയണത്. എന്ത് അലൈൻമെൻ്റ് ആണെന്ന് ഞങ്ങൾക്കറിയില്ല.
ആര് പറഞ്ഞെന്ന് അറിഞ്ഞൂടൂ. അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്യും, നമ്മൾ അലൈൻമെൻറ്റാണിത് എന്ന് പറയും. പക്ഷേ എല്ലാം ഒരേ അലൈൻമെൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇവിടെ മാത്രമാണ് ഈ റോഡ് വീതി കുറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവർ തോന്നും പോലെയൊക്കെ അന്ന് ഇടിച്ചു. അന്ന് അപ്പുറത്തുള്ള ഈ ചേട്ടൻ്റെ വീട്ടിലുള്ള ഗേറ്റ് പുള്ളിയുടെ പെർമിഷൻ പോലും വാങ്ങാതെ JCB കൊണ്ടുവച്ച് ഇടിച്ച് പൊളിക്കുകയായിരുന്നു. പുള്ളി അറിയിച്ചത് പോലും ഇല്ല. ഗേറ്റ് ഇതെല്ലാം അങ്ങ് പൊളിച്ച് കളയുകയായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ കടകളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഒന്ന് അതിന് ദിവസം പൊളിക്കണമെന്ന് പറഞ്ഞ് ഇവരെല്ലാം പൊളിച്ചു കൊടുത്തു. ഇപ്പോൾ ഇവർ വിചാരിച്ചത് വികസനമല്ലേ, റോഡ് വീതി കൂടും, അപ്പോൾ നമുക്ക് വാഹനങ്ങൾ കുറച്ചുകൂടെ പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടും. ഇപ്പോൾ പാർക്കിംഗ് സൗകര്യം ഇപ്പോൾ സാറിന് നോക്കിയാൽ കാണാം. അപ്പോൾ അവിടെ എല്ലാം ബൈക്കെല്ലാം കണ്ട 2 സൈഡ് റോഡിലിരിക്കുകയാണ്, കാറും എല്ലാം. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇനിയിപ്പോൾ അവിടെ വേറെ കാർ വന്നു കഴിഞ്ഞാൽ വേറൊരു വണ്ടിക്ക് പോകാൻ പറ്റില്ല. അത്ര ഇടുക്കിയാണ് റോഡ് ചെയ്തിരിക്കുന്നത്. അത് അതിനൊരു നടപടി PW എഞ്ചിനീയർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ. ഇവരോട് ഇതിനൊന്നും പറ്റി പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണ്ടകളെ പോലെയാണ് അവന്മാർ പെരുമാറുന്നത്. അവിടെ പറയാൻ പറ്റില്ല. നെടിയങ്കോട്ട് തന്നെ 2 പയ്യന്മാർ വീഴുന്ന മരിച്ച്, 2 പേര് വീഴുന്ന മരിച്ചിട്ടുണ്ട് അവിടെ ആ കുഴി എടുത്തിട്ടിരുന്നത്. ഇത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ പോണതാണ്. ഒരിക്കൽ ഞാൻ എടുത്താണ് വിട്ടത് ഒരു കൊച്ചിനെ. അതുകൊണ്ട് അവിടെ ആ വീട്ടിൽ ഇറങ്ങാൻ പാടില്ലാത്ത കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഇത് പരാതി പറയാൻ പറ്റില്ല. ഓരോ വീട്ടിലും ഓരോ രീതിക്ക് ചെയ്തേക്കണം. സ്ലാബിൻ്റെ അവസ്ഥ കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓഫീസർ വരും, ഇതിനെ മഞ്ഞ മാർക്ക് ചെയ്യും. ഇവരിത് എടുത്തുകൊണ്ട് പോയിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നിടും. വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ എല്ലാം പൊടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ സ്ലാബ് എല്ലാം പൊടിഞ്ഞു തുടങ്ങി. ഇതാണ്ട എന്താണ് ഒരു പരിഹാരം? അധികാരികൾ കണ്ണു തുറക്കണം. ഞങ്ങളിവിടെ വാർഡ് മെമ്പർ മുതൽ അങ്ങോട്ടുള്ള എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഇവിടെ 7.5 ഇഞ്ച് കുറവ്, 9 മീറ്റർ 7.5 ഇഞ്ച് കുറവുണ്ട്. പോസ്റ്റ് തൊണ്ട ആ ഓടയ്ക്കകത്താണ് നിൽക്കുന്നത്. റോഡ് വീതി എന്ന് പറയണത് നമ്മൾ വളരെ കുറച്ചാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. വീതി ഇത്രയും സ്ഥലം ഉണ്ടായത് ഓടകളെല്ലാം സൈഡിലോട്ട് ഇറക്കി വയ്ക്കുക. അതായത് ഇത്രയും പിള്ളേർ പഠിക്കുന്ന IT ഒക്കെ ഉണ്ടായിരുന്നിട്ടും സൈഡിലോട്ട് അതിനെ ഇറക്കി വെക്കേണ്ടതാണ്. അത് ഇറക്കി വെച്ചാലല്ലേ ആളേക്ക് വണ്ടി പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ തന്നെ ഒരു ബസ് വന്നാൽ നിർത്താനും സൗകര്യമുള്ളൂ. ഇപ്പം തന്നെ 3 വരിക്ക് ബസ് ചിലപ്പോൾ വണ്ടി നിൽക്കുമ്പോൾ 3-4 വരിക്കാണ് വണ്ടികൾ നിൽക്കുന്നത്. അത് പോകാനുള്ള സാധ്യത വളരെ കുറവ്. പിന്നെ കൊറ്റ റോഡ് വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ വീതി കൂട്ടേണ്ട. ടോറസ് ലോറികളൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത് ഒരു വണ്ടിയോ ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ എന്തെങ്കിലും നിർത്തി കഴിഞ്ഞാൽ അതിൽ വണ്ടി തിരിഞ്ഞ് ഇറങ്ങാൻ പറ്റുന്നില്ല. അതല്ല ഈ സ്ലാബുകളെല്ലാം ഇത് പല സ്ഥലങ്ങളിലും ഹോളായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ കലുങ്കിലൊക്കെ അവിടെ വെള്ളം മൊത്തം കെട്ടിക്കിടപ്പുണ്ട്. ഈ കലുങ്കിൻ്റെ അടുത്തായിട്ട് അന്ന് പൊക്കയും ഇവിടെ നിന്ന് ഇറങ്ങാൻ കൂട്ടി കലുങ്കിൻ്റെ അടുത്ത് വന്ന് ഉയർത്തിയും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വെള്ളം അത് കറക്റ്റായിട്ട് ഒരിക്കലും പ്രോപ്പറായിട്ട് പോകാൻ സാധ്യതയില്ല. ഈ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും സ്ഥലം പറമ്പൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കിടന്ന് എല്ലാ പണിയും ചെയ്തിട്ട് അതിനെ വീതി കൂട്ടി വെച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതെന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും വീതി കൂട്ടി നിർമ്മിക്കുകയും ഇവിടെ വരുമ്പം വളരെ കുറച്ചായി ഒരു 8-9 മീറ്റർ എന്നാണ് പറഞ്ഞാൽ 9 മീറ്റർ പല സ്ഥലങ്ങളിലും ഇല്ല, 8.25 മീറ്ററൊക്കെ ഉള്ളൂ. ആ വീതിക്ക് എന്തുകൊണ്ട് നിർമ്മിച്ചത് നമുക്കൊരു പിടിയുമില്ല. ഞാൻ നാട്ടുകാരനെന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായമാണ്. അത് ഈ സ്ഥലം ഓട അറ്റത്ത് ചേർത്ത് അല്ലെങ്കിൽ ഒരു 2 മീറ്ററെങ്കിലും മാറ്റി വച്ച് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ നടപ്പാത പഞ്ചായത്തുകാരെ ഏറ്റെടുത്തു. അതിന് മുന്നേ ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂൾ പിള്ളേരൊക്കെ കിറ്റിൽ വെള്ളം നിറച്ചാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കിറ്റിൽ നിന്ന് കാല് കഴുകിയിട്ട് സ്കൂളുകളിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ട് പിന്നെ അവരിവിടെ വന്ന് നടപ്പാത ശരിയാക്കി കോൺക്രീറ്റ് ചെയ്ത് ഈ റോഡിൻ്റെ പണി വന്നതോടുകൂടി പഴയ ഗതിയിലായി. ഈ വെള്ളം മൊത്തം അങ്ങാണ് പോകുന്നത്. ഞങ്ങൾ ആരോട് റോഡുകാരടുത്ത് പരാതി പറഞ്ഞു, നിങ്ങൾ ഓട സ്വല്പം താഴ്ത്തി വയ്ക്കുകയോ ഇവിടെ ഒരു ഹോളിട്ട് ഈ വെള്ളം പോകത്തൊക്കെ സംവിധാനം ചെയ്യും. ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അവർ ലാസ്റ്റിൽ പിന്നെ ഒത്തിരി ചൂടായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് ഞങ്ങളുടെ ജോലിയല്ല, നിങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് പരാതി പറയുന്നു. ഞങ്ങൾക്ക് ഇനി പഴയ ഗതിയായി. ഇവിടെ പഞ്ചായത്തുകാർ ഇട്ടതിനെ കുത്തിപ്പൊളിച്ചു. പഞ്ചായത്തുകാർ ഇട്ടത് തന്നെ ഇവരെല്ലാവരും കൂടെ വന്ന് മറ്റേ വാട്ടർ സപ്ലൈയുടെ പരിപാടിയൊക്കെ ചെയ്ത് എല്ലാം കുത്തിപ്പൊളിച്ചിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ബാക്കിയുള്ളവർ ചോദിച്ചു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കുത്തിപ്പൊളിക്കുന്ന കോൺക്രീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യും, ഞങ്ങളെല്ലാ പണിയും പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആരെയും കാണുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ മണ്ണ് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ഒരു ഓട്ട ഇടി, ഈ ഓടയിലൊരു ഓട്ട ഇട്ട് തരും, അപ്പോൾ വെള്ളം അങ്ങ് പൊയ്ക്കോളൂ. അവർ പറഞ്ഞു അത് ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ പഞ്ചായത്ത് പോയി പറയാം. ഞങ്ങൾ ഇനി ആരടുത്താണ് പറയാനുള്ളത്? ഒരുപാട് അത് ആ ഗേറ്റ് വരെ വെള്ളം പോകും. ഗേറ്റ് പിന്നെ അവിടെ നിന്ന് വരുന്ന വെള്ളം മൊത്തം ഇവിടെ വന്നിപ്പോൾ കിട്ടിയിരിക്കുകയാണ്.
ഇപ്പോൾ ഈയിടയ്ക്ക് ഇവിടെ കുറച്ച് മണ്ണ് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ മണ്ണിന് ഞാനാണ് ഇവിടെ ഈ നടപ്പാ പോലത്തെ അതുവരെ കൊണ്ടുവന്നത്. വയസ്സായ ആളുകളും സ്കൂൾ പിള്ളേരൊക്കെ എങ്ങനെ ഇതുവഴി പോകും? നിങ്ങൾ ഓട ഇത്ര ഉയർത്തി വെക്കുന്ന എന്തിന്? ഇതിപ്പോൾ വന്ന് നമ്മൾ പരാതിപ്പെട്ടപ്പോൾ കണ്ട കുറച്ച് കൊണ്ട് താഴ്ത്തിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ ഒരു ഓട്ടയിട്, ആ ഓടയിൽ അവിടെ ഒരു ഓട്ടയിടുക, അപ്പോഴും അതുവഴി വെള്ളം പൊയ്ക്കോളും. ഇവിടെ കുറേ ബംഗാളികളെ കൊണ്ട് പണി ചെയ്യുമ്പോൾ അവന്മാർക്ക് തോന്നുമ്പോൾ അവർ ചെയ്തിട്ട് പോകും. വീണ്ടും ഇനി നമ്മൾ പഴയതുപോലെ ഇവിടെ വെള്ളക്കെട്ടിൽ കൂടി നടക്കണം. ഇവിടെ പറമ്പോക്ക് റോഡ് വീതി കൂട്ടാനെന്ന് പറഞ്ഞാൽ പറമ്പോക്ക് മതിലൊക്കെ ഇടിച്ച് കടയുടെ സൈഡെല്ലാം ഇടിക്കാനെല്ലാം ഇടിച്ചിട്ട് ഇവിടെ റോഡ് പണിയാൻ വന്ന സമയത്ത് ആ ഓട് വന്നത് വീണ്ടും റോഡിലാണ്. അതുകൊണ്ട് ആ ഓട് വീണ്ടും മാറ്റി ആ പറമ്പോക്ക് എടുത്ത സ്ഥലത്ത് ഓടയാക്കണം. റോഡ് വീതിയില്ല, ഇവിടെ ഹൈറ്റേക്കുള്ള സ്ഥലമാണ്. അത് പ്രത്യേകമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല പിന്നെ ഈ ഓട വേണ്ടെന്ന് ഒരിക്കലും പറയില്ല. ഈ എടുത്ത പറമ്പോക്ക് കംപ്ലീറ്റ് പൂർത്തിയാക്കി റോഡായിട്ട് എടുക്കുക. എടുത്ത പറമ്പോക്കല്ല, അത് റോഡായിട്ട് എടുത്ത് ക്ലിയറില്ല. അത് അവിടെ ആയിട്ടുള്ള വളവ് ഒഴിവാക്കണം. ഇടയിൽ കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഓട ചില സ്ഥലങ്ങളിൽ. അതെന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ ഉള്ള എടുത്ത വീതി കറക്റ്റ് ചെയ്ത് ഓടയും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ എല്ലാവർക്കും ഇല്ല. ഓട മിനിമം റോഡിൽ നിന്ന് മറ്റ് വണ്ടിയൊക്കെ തടസ്സമില്ലാത്ത രീതിയിൽ ചെയ്യണമെന്നില്ല, വീട്ടുകാർക്കുള്ള തടസ്സമില്ലാതെ. അതാണ് ഞങ്ങൾ. അല്ല വേറെ വിഷയമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ സമരമൊക്കെ ഉണ്ടായതാണ് ഇവിടെ. 2-3 സ്റ്റെപ്പുള്ള സമരങ്ങളുണ്ടായി. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വെച്ച് നടത്തി. MLA അറിയിച്ചു, MLA വന്നിരുന്നു. അതുകൊണ്ട് അതെന്താണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ വേറെ ഒരു വാഹനം വന്നാൽ ഇവിടെ ബൈക്കുകളൊന്നും വയ്ക്കാൻ ഒക്കില്ല, ബൈക്കുകൾ പോകാൻ ഒക്കില്ല. ഒന്നിലധികം വാഹനം വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഈ സ്ഥലം എത്രയും സ്ഥലം വീതി എടുത്തിട്ടും വീതി എടുത്ത് മതിലുകളെല്ലാം പൊളിച്ച് എല്ലാം കളഞ്ഞിട്ടും യഥാർത്ഥത്തിൽ അധികാരികൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും വീതി ഇവിടെ റോഡിനുള്ള വീതി എടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ആ ഓട ഇങ്ങോട്ട് നീക്കി വെച്ചിരുന്നെങ്കിൽ കറക്റ്റായിട്ട് റോഡ് ഇപ്പം വണ്ടികളൊന്നും യഥാർത്ഥത്തിൽ ഒരു വണ്ടിക്കും നിർത്താനോ അത് ഒരു സാധനം മേടിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് കൂടെ നല്ല വീതി കൂടുമായിരുന്നു. നല്ല വീതി കൂടി വരുന്നതനുസരിച്ച് വണ്ടികൾ പാർക്ക് ചെയ്യാനും ആളൊക്കെ നടന്നു പോകാനുള്ള സൗകര്യം. ഇപ്പോൾ ആളൊക്കെ നടന്നു പോകാനോ വണ്ടി സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങാനോ ഒന്നും ഒരു സൗകര്യമില്ലാത്ത ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്ന എല്ലാ മതിലുകളും പൊളിച്ച് എല്ലാ പല ഗേറ്റുകളും ചെറുതായിട്ടൊക്കെ തൊടുത്തിരുന്നവരെ എല്ലാം കുത്തി പൊളിച്ചെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇതുവരെ ഈ രീതിയിൽ റോഡ് നിർമ്മിച്ചത്. ശകലം പോലും എടുക്കാത്ത രീതി. അതാണ് എൻ്റെ അഭിപ്രായം. അത് അധികാരികളെല്ലാം അത് നോക്കി കറക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് റോഡ് വീതി കൂട്ടുന്ന പേരും പറഞ്ഞ് ഇരുന്ന കടകളെല്ലാം പൊളിച്ച് മാറ്റിച്ച്. ഇപ്പം ഞങ്ങളാണെങ്കിലും പുറമ്പോക്ക് വഴിയും പോയിട്ട് 3 അടി വിട്ടാണ് വെച്ചിരുന്നത്. ഇവിടെ റോഡ് വീതി ജനങ്ങൾക്ക് ഉപയോഗം തന്നെയല്ലേ എന്നും പറഞ്ഞാണ് മാറ്റി കൊടുത്തത്. എന്നിട്ട് പഴയ റോഡിൻ്റെ വീതി പോലും എടുക്കാതെയാണ് അവർ റോഡ് പണി ചെയ്തു പോയത്. അതിനുശേഷം ഞങ്ങൾക്ക് കടയിൽ ആൾക്കാർ കയറുന്നില്ല, വണ്ടി നിർത്തേണ്ട സൗകര്യങ്ങളില്ല. ഇതാണ് പറയാനുള്ളത്. പക്ഷേ നമുക്ക് ഉണ്ടായിരുന്നതിൻ്റെ 1/3 കച്ചവടം പോലും ഇപ്പോഴില്ല, റോഡ് പണി വന്നത് മുതൽ. റോഡ് പണി തുടങ്ങിയതിന് ശേഷം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റാഫ് കൊടുക്കാൻ പോലും ശമ്പളം തികയുന്നില്ല. മഴ പെയ്താൽ ഇപ്പം വെള്ളം എല്ലാം കടയുടെ അകത്തോട്ടാണ് കയറുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. മൊത്തം ചെളി വെള്ളം അകത്തോട്ട് കയറാണ്, അതൊരു ബുദ്ധിമുട്ടാണ്. റോഡ് വീതി കൂട്ടണമെന്നും പറഞ്ഞ് ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം എടുത്തിട്ട് ഇപ്പം സ്ലാബ് ഫ്രണ്ടിലും കുറേ സ്ഥലം ബാക്കിലും ആയിട്ടാണ് നിൽക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നിനും ഇവിടെ സ്ഥലമില്ല. പല അപകടങ്ങളും ഉള്ളതാണ്. അതെല്ലാം മാറ്റി സ്ലാബെങ്കിലും കുറച്ച് ബാക്കിലോട്ടാക്കി വെച്ചാൽ ബാക്കിയുള്ള വണ്ടികൾ പോകാനും പാർക്ക് ചെയ്യാനും എല്ലാത്തിനും ഒരു സൗകര്യമാവും. ഞങ്ങളവിടെ വർക്ക്ഷോപ്പുണ്ട്. വർക്ക്ഷോപ്പിൽ പണിയൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല, വണ്ടി കൊണ്ടുവിടാനോ ഒന്നിനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പം പണിയൊന്നുമില്ല, വീട്ടിൽ ആണുങ്ങൾക്കൊന്നും പണിയൊന്നുമില്ല. വണ്ടി ഇടാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. വലിയ വണ്ടികളൊക്കെ വരുന്ന റോഡാണ്, മെയിൻ റോഡാണ്. പക്ഷേ ഇവിടെ വീതിയെന്ന് പറയുന്നത് ഒന്നുമില്ല, അപകടങ്ങളേ ഉള്ളൂ. കുട്ടികൾ ഇവിടെ പോകുന്നതാണ്. സ്കൂളുണ്ട്, നഴ്സറി ഉണ്ട്, എല്ലാം ഉണ്ട്. വയസ്സായ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളായാലും നടന്നു പോകുമ്പോഴത്തേക്ക് നേരെ എപ്പോഴും പോകും പോലെ അങ്ങ് പോകും. കാല് ചെന്ന് ഓടയിൽ വീഴുമ്പോഴേ ഞങ്ങൾ അറിയുള്ളൂ. ആ സ്ഥിതിയിലാണ് ഇപ്പം. ഒന്നുകിൽ ഒരേ നിരപ്പിനെല്ലാം ചെയ്യണം, ഇല്ലെങ്കിൽ പഴയതുപോലെ വയ്ക്കുക, അത്രേ ഉള്ളൂ. ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷമാണ് ബുദ്ധിമുട്ട്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് ഇപ്പം? റോഡ് പണി തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ചേച്ചി പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ട്. അതിന് പുറമെ ഇവിടെ ഈ റോഡിലുള്ള വെള്ളം അത്രയും ഇതിനകത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കെട്ടുന്നത്. അപ്പം അമ്മ ഒരു കിടപ്പ് രോഗിയാണ്. അപ്പം അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോലും ചില സമയത്ത് പറ്റുന്നില്ല ഞങ്ങൾക്ക്. കാരണം വണ്ടി ഇതിനകത്ത് വരത്തില്ല.
ഇവിടെ റോഡ് പണി നടന്നപ്പോൾ ഇവിടുത്തെ പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ട് അവരങ്ങ് അവരെ പരിധിയിൽ വരുന്നതല്ല, അവരെ ജോലിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പോയത്. ഇപ്പം പഞ്ചായത്തിൽ ഞാൻ കൊണ്ട് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് എത്ര ഫലം കാണുമെന്ന് അറിയാം. വെള്ളം കെട്ടി കിടക്കുന്നു, മഴക്കാലത്ത് വെള്ളം കെട്ടി കിടക്കുന്നു. അപ്പോൾ അതിന് ഒരു അടുത്ത മഴക്കാലം വരുന്നതിന് മുമ്പേ അതിനൊരു പരിഹാരം തരണമെന്നും പറഞ്ഞ് പേപ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ചെളിവെള്ളം മൊത്തം ഇവിടെ ഇങ്ങനെ കെട്ടി കിടക്കും. ആ വഴി മൊത്തം അങ്ങനെ ഒരു തോട് പോലെ ഇങ്ങനെ കെട്ടി കിടക്കുക. ഇവിടെ വരുന്നവർ പറയുന്നത് മണ്ണിട്ട് നികത്താണ്. പക്ഷെ മണ്ണിട്ട് കഴിഞ്ഞാൽ ബാക്കിലോട്ടുള്ള വീട്ടിനകത്ത് ഈ വെള്ളം എല്ലാം അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാത്തത്. അശാസ്ത്രീയമായ നിർമ്മാണം. അതെ, അത് വെള്ളം പോകാനുള്ള ഒരു സൊല്യൂഷനും കൂടെ അവിടെ ചെയ്തിരുന്നെങ്കിൽ നമുക്കതിൽ പറയാനൊന്നുമില്ലായിരുന്നു. അമരവിള കാരക്കോണം റോഡാണ് ഹൈടെക് റോഡെന്ന് പറഞ്ഞാണ് ഇവിടെ പണി തുടങ്ങിയത്. പുറമ്പോക്കെല്ലാം തീർത്തെടുത്ത് ഈ മരങ്ങളെല്ലാം കോടിക്കണക്കിന് രൂപയുടെ മരങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപ ഓൺലൈനായിട്ട് വിറ്റത്. എല്ലാ മരങ്ങളും ഇനിയും മുറിച്ചിട്ടില്ല. എന്നിട്ട് ഇവിടെ എല്ലാം പുറമ്പോക്കെല്ലാം ഒരുവിധം തീർത്തെടുത്ത് ഇടിച്ചിട്ട് 9 മീറ്റർ റോഡും ബാക്കി 9 മീറ്റർ റോഡും 1.5 മീറ്റർ കോൺക്രീറ്റും കൂടെ ഇട്ടിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ 9 മീറ്ററിന് വീതിയില്ല. എന്നിട്ട് ഇവിടുന്ന് ഒരു 600 മീറ്റർ ഈ മേവരം പള്ളി തൊട്ട് ആ പെട്രോൾ പമ്പ് വരെ 600 മീറ്റർ മനുഷ്യർക്ക് ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ഒരു തേപ്പ് പരിപാടിയാണ് കാശ് കൊണ്ടുപോയത്. ഇവിടെ ഓട 9 മീറ്റർ എന്ന് പറഞ്ഞാൽ അടപ്പിച്ച് വെച്ചിട്ട് ഇത്രയും മീറ്റർ വീതി കിടക്കുകയാണ്. വീതിയല്ല, ഈ നടപ്പാതെ ഇവിടെ ഈ IT ജംഗ്ഷനാണ്. ഇത്രയും വീതി കിടക്കുകയാണ്. ഇവിടെ ഈ ഓട അകറ്റി വയ്ക്കാതെ അടുപ്പിച്ച് വെച്ചേക്കാണ്. ആ പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്ത് അപ്പുറം 1.5 മീറ്റർ കോൺക്രീറ്റ് ഇട്ട് വീതിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇത് ജനങ്ങളെ നമ്മളെ ഇത്രയും ഇവിടെ ഒരു കേസൊക്കെ ഇവിടെ ഒരു സമര പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇറക്ക ഭാഗവും അവിടെ തേരി ഭാഗത്തും കൊണ്ട് പൊക്കിയതിന് ഒരു സമരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സമരമായി കേസായി. ഇത്രയും ഇറക്കം തീർക്കാൻ വേണ്ടി അവിടെ ആ തേരി ഭാഗത്തുകൊണ്ട് ഓടെ പൊക്കി വെച്ചു. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അതൊരു സമരമായിരുന്നു. അത്രയും അങ്ങനെ അതും നടന്നില്ല. അവർ ഇങ്ങനെ തേച്ച് നമ്മളെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത രീതിയിൽ ഇതിപ്പോൾ രണ്ട് വണ്ടി പാർക്ക് ചെയ്താൽ ഇവിടെ ആൾക്കാർക്ക് പോകാനും മറ്റ് വണ്ടികൾ വരാനും ബ്ലോക്കാവും. ഇവിടെ IT പിള്ളേരാണെങ്കിൽ നിറഞ്ഞു നിൽക്കും. ഇത്രയും വീതി കിടക്കുകയാണ്. ഇത്രയും വീതി കിടന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിച്ചിട്ട് 9 മീറ്റർ ഇല്ല. അതായത് ആവശ്യമില്ലാതെ സ്ഥലം നഷ്ടപ്പെടുത്തി. ആവശ്യമില്ലാതെ സ്ഥലം ഇടിച്ചിട്ട് സ്ഥലം നഷ്ടപ്പെടുത്തി. ഇവിടുന്ന് IT ജംഗ്ഷൻ തൊട്ട് IT പിള്ളേർ തിരക്കുള്ള സ്ഥലമാണ്. ഇവിടെ ഇരുന്ന സ്ഥാപനങ്ങളൊക്കെ വസ്തു എല്ലാം ഏറ്റെടുത്തു. അപ്പോൾ അവർ വിചാരിച്ച് റോഡ് വികതി കൂടെ അല്ലേ, അപ്പോൾ ഇവരെല്ലാവരും സമൂഹത്തോടെ വസ്തുക്കളെല്ലാം കടകളെ പൊളിച്ചു കൊടുത്തു. എന്നിട്ട് IT ജംഗ്ഷൻ തൊട്ട് ചർച്ചിരിക്കുന്നത് അവിടെ തൊട്ട് കാണുന്നത് അതുവരെ റോഡ് ബെൻഡിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് അമരവിള തൊട്ട് വേറെ ഒരിടം ഈ ബെൻഡില്ല. ഇവിടെ മാത്രമാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ദേശീയപാതയും ഈ റോഡുമായിട്ട് 2.5 കിലോമീറ്ററിന് വ്യത്യാസം. ഇവിടെ ഒരു ലോറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈക്ക് പാർക്ക് ചെയ്യാനോ ഒരു കാർ പാർക്ക് ചെയ്യാനോ ഇവിടെ ആർക്കും പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് ഇവിടെ ഒരുപാടുണ്ടാവും. എന്ന് പറഞ്ഞാൽ സ്ഥിരം ആക്സിഡൻറ്റ് ഇപ്പോൾ തന്നെ കുറേ ബൈക്കുകൾ വീഴുകയും രാത്രി പണി നടന്നുകൊണ്ടിരുന്നപ്പോഴേ തന്നെ 2 പേര് മരിക്കുകയും ചെയ്തു. 2 ആൾക്കാർ ഇവിടുന്ന് ഇവരൊക്കെ ഇത് കാരണം കൊണ്ട് മരിക്കുകയും ചെയ്യും. എങ്കിലും ഇവിടെ തീരെ വീതിയിൽ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ജനങ്ങൾക്ക് വിവരണ ഉദ്യോഗസ്ഥർ വന്ന് PWD ഉദ്യോഗസ്ഥന്മാർ വന്നാലും അവർക്കിത് കറക്റ്റായി കണ്ടാൽ തന്നെ അറിയാം. IT ജംഗ്ഷൻ ചർച്ച് തൊട്ട് ഇതാ കാണുന്ന ഈ സ്ഥലം വരെയും റോഡ് വളച്ച് വെച്ചിരിക്കുകയാണ്. എത്ര കിലോമീറ്ററാണ് ഇപ്പോൾ ഈ പറയുന്ന അശാസ്ത്രീയത? ഇതിപ്പോൾ ഒരു 1/2 കിലോമീറ്റർ കറക്റ്റായിട്ട് 600 മീറ്ററാണ്. ഒരു ഇത്രയും കോടികൾ ചിലവാക്കി ചെയ്തിട്ട് ജനങ്ങൾക്കൊരു ഉപയോഗമില്ലാതെ ആവുകയാണ്. അതിന് എത്രയും പെട്ടെന്നൊരു അധികാരികൾ ഒരു നടപടി എടുക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ഹൈവേ ആയിട്ട് ബന്ധപ്പെടുന്ന റോഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോറി തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും അങ്ങോട്ട് പോകാൻ ഒന്നിനും പറ്റത്തില്ല. ഇവിടെ ഒരു ഗവൺമെൻറ് IT ഉണ്ട്, ഒരു കോളേജുണ്ട്, സ്കൂളുണ്ട്. ഒത്തിരി പിള്ളേർ ഇതുവഴി പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ കൂടെ ഇപ്പോൾ ഈ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് കട പൊളിച്ചു. ഈ കടയുടെ ഫ്രണ്ട് വരാന്ത പൊളിച്ചു, ഇവിടുത്തെ വരാന്ത പൊളിച്ചു. റോഡ് വീതി കൂട്ടാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ പൊളിച്ച സ്ഥലത്ത് നിന്ന് 1 ഇഞ്ച് സ്ഥലം പോലും അവരെടുത്തിട്ടില്ല. ആ റോഡ് പഴയ അവസ്ഥയിൽ തന്നെ കിടക്കണം. അതിൻ്റെ റോഡിൽ കൂടെയാണ് ഇപ്പോൾ അവർ സ്ലാബ് ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ ഇപ്പം ബൈക്ക് ആക്സിഡൻറ്റ് സ്ഥിരം നടക്കുന്ന സ്ഥലമാണ്. കാരണം അവിടെ നിന്ന് റോഡ് വരണം, ഇവിടെ നിന്ന് പറഞ്ഞാണ്ട് ഒരു വണ്ടി അവിടെ നിന്ന് വളഞ്ഞ് വരുമ്പം തന്നെ ഇവിടെ ഒതുങ്ങാൻ പോലും സ്ഥലമില്ല. ഇപ്പം ഞങ്ങൾ പരാതി പറഞ്ഞതിന് ശേഷം വീട്ടിൽ പോകുന്ന വഴിക്കാർക്ക് മാത്രം സ്ലാബ് അവർ താത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടക്കാർക്ക് അതേ പൊക്കത്തിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ വണ്ടി ഒതുക്കാനോ ആളിന് പെട്ടെന്നൊന്ന് വരാനോ ഒന്നിനും ഇവർക്ക് പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇപ്പം പൊങ്ങിയും താന്നുമാണ് ഇവിടുത്തെ ഈ സ്ലാബിൻ്റെ അവസ്ഥ. അപ്പോൾ അതിനെ ഒന്ന് പരിഹാരം ചെയ്ത് തരണമെന്ന് അത് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതെല്ലാ കാര്യങ്ങളും. എന്താണ് ഇതിൻ്റെ പരിഹാരം? എന്താണ് പറയാനുള്ളത്? എന്തായിരിക്കും ഇതിൻ്റെ വിഷയം? ഇതിൻ്റെ പരിഹാരം പഴയതുപോലെ ആക്കിയാൽ മതി. ഈ റോഡിനെ പഴയതുപോലെ കിടന്നതുപോലെ ആക്കിയാലും മതി, പരിഹാരമാവും.
എന്താണ് ഇപ്പം നിങ്ങൾക്ക് എത്രമാത്രം പ്രതിഷേധത്തിന് കാരണം? റോഡ് വീതി കുറവാണ്, അപകട സാധ്യത നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം ഒരുപാട് അപകടം നടന്നു, 2 പേര് മരണപ്പെട്ടു ഈ റോഡിൽ. ഈ റോഡ് പണി ചെയ്തതിന് ശേഷമാണ്. എൻ്റെ ചെറുപ്രായത്തിൽ നമ്മൾ ഓടി നടന്ന റോഡാണ്. ഇന്ന് ഒരു രക്ഷയുമില്ല, റോഡിൽ നടക്കാൻ നിവർത്തിയില്ല. ഒരു വാഹനം നിന്നാൽ മറ്റൊരു വാഹനം പോകാൻ നിവർത്തിയില്ല. ഒരാൾ നിന്നാൽ വണ്ടി ഇടിക്കും, ഉറപ്പേന്ന്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണി തുടങ്ങിയപ്പോൾ നല്ല പ്രതീക്ഷയായിരുന്നു, വീതിയൊക്കെ കൂടും. ഇതെല്ലാം ഇവിടെ നിന്ന് ഈ മതിലൊക്കെ ഇടിച്ചു പറക്കി ഇട്ടിട്ടാണ് ഈ ഓടയെ വീണ്ടും അപ്പുറത്താക്കിയത്. ഈ ഓടയെല്ലാം നിവർത്തിയിട്ടാണ് വീണ്ടും അപ്പുറത്താക്കിയത്. ഞങ്ങൾ നേരത്തെ ഇതിനേക്കാളും ഫ്രീ ആയി നടന്നുകൊണ്ടിരുന്നു. ഇപ്പം പെട്ടെന്ന് അങ്ങനെ വണ്ടി അമിത വേഗത്തിലാണ് പോകുന്നത്. കാരണം ഇപ്പോൾ റോഡ് വീതി കൂട്ടി എന്നുള്ള ധാരണയിൽ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ പോകുന്നതും. അപ്പോൾ ഇവിടെ വെച്ചാൽ തിരക്കേറിയ സ്ഥലമാണ്. അതനുസരിച്ചൊരു വീതിയില്ല. വീതി എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കടയുടെ ഫ്രണ്ട് എല്ലാം അവരെടുത്തു. എന്നിട്ട് ആ കടയുടെ ഒരു സൈഡ് പോലും വന്നില്ല. അതിൻ്റെ റോഡിൻ്റെ സൈഡിലാണ് ഓട വന്നിരിക്കുന്നതും. അത്രയും സ്ഥലത വേസ്റ്റ് കിടക്കുകയാണ്. അപ്പോൾ ഈ ഓട ഒന്ന് മാറ്റി അത്രയും ആ വീതി, റോഡിന് എടുത്ത വീതി അവർ അതുപോലെ എടുത്ത് ഈ സ്ലാബെല്ലാം ഒരേ ലെവലിലാക്കി തരണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം. പിന്നെ വികസനം നല്ലതാണ്, നമുക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ ഇതാണ് പ്രശ്നം. അതോടെയാണ് അവിടെ വെള്ളം, സൈഡിൽ മൊത്തം വെള്ളം, 6 പോലെയാണ് വെള്ളം കിടക്കുന്നത്. ഞങ്ങളുടെ പറയേണ്ട അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതായത് എൻ്റെ പുരയിടത്തിൻ്റെ പുറംപോക്ക് എടുത്തിട്ട് PWD കെട്ടിയ മതിലാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് എൻ്റെ പുരയിടം. അപ്പോൾ ആദ്യം ഞാൻ വെച്ചിരുന്ന ഗേറ്റിന് എനിക്ക് നോട്ടീസോ ഞാനോ എൻ്റെ വൈഫോ എല്ലാ സമയത്ത് അവർ ഇടിച്ച് പൊളിച്ച് ഒന്നിനും കൊള്ളാം നാശം ആക്കി കളഞ്ഞു. അപ്പോൾ ആ ഗേറ്റിന് അന്ന് ചെയ്തപ്പോൾ 40,000 രൂപ വില, ഇന്ന് 70,000 രൂപ. അപ്പോൾ ഞാൻ പാറശാല സ്റ്റേഷനിൽ പരാതി കൊടുത്തു, നെയ്യാറ്റിൻകര PWD ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു, റീസർവേ ഓഫീസിൽ പരാതി കൊടുത്തു. അവരാരും നോക്കിയില്ല. അതായത് ആ ചേട്ടൻ്റെ ഗേറ്റിനെ നശിപ്പിച്ച് കളഞ്ഞു. അത് JCBയുടെ കൈ കൊണ്ട് ഇടിച്ച് പൊളിച്ച് ഒന്നിനും കൊള്ളാതെ കളഞ്ഞു. അപ്പോൾ അത് വില അത് ആക്രി വില കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവിടെയാണ് ഓട സ്ഥാപിച്ചത്. അവിടെ ഓട സ്ഥാപിച്ചിട്ടില്ല. ആ പുറംപോക്കിൻ്റെ ഇപ്പുറത്താണ് ഓട എടുത്തിട്ടുള്ളത്, മുമ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റിയിട്ട് ഫ്രണ്ടിൽ കൊണ്ട് ഏതാണ്ട് ഒരു 3 മീറ്ററോളം മാറ്റിയാണ് ഇപ്പോൾ ഓട വെച്ചത്. വീണ്ടും മാറ്റി റോഡിലോട്ട്. അപ്പോൾ ആദ്യം കിടന്ന ഓട കാമ്പൗണ്ട് ഈ പുറംപോക്ക് എടുത്തതിന് ശേഷം അവർ കെട്ടിയ കെട്ടിന് അടുത്തുകൂടാണ് കിടന്നത്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഒരു 2 മീറ്റർ ഇപ്പുറത്താണ് പുതുതായിട്ട് ഓട വെച്ചത്. അപ്പോൾ അത്രയും സ്ഥലം വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഇവർ മനഃപൂർവ്വം എന്തോ ഒരു വൈരാഗ്യം തീർക്കുമ്പോൾ ആ ഗേറ്റ് ഒന്നിനും കൊള്ളാതെ ഞാൻ എൻ്റെ വൈഫോ എല്ലാ സമയത്താണ്, നമുക്ക് നോട്ടീസ് ഒന്നുമില്ല, അവർ അതിനെ ഇടിച്ച് ഒന്നിനും കൊള്ളാതെ ആക്കി. അപ്പോൾ അത് ഞാൻ ആക്രി വില കൊടുത്തു, പാറശാല സ്റ്റേഷനിൽ പരാതി കൊടുത്തു, PWD ഓഫീസ് പരാതി കൊടുത്തു, റീസർവേ ഓഫീസ് പരാതി കൊടുത്തു. അവരാരും ഒന്നും ആക്കിയിട്ടില്ല. ഇതാണ് എനിക്ക് അവർ സംഭവിച്ചത്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ എല്ലാം ആവശ്യമാണെന്നുള്ളതാണ്. നമ്മൾ ആരും ഒന്നും സംസാരിക്കാത്തതും ഒരു വഴക്കിനും പോകാത്ത ഒരു വീട് ഉണ്ടാക്കാത്തത് ഇതെല്ലാവരുടെ ആവശ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തന്നെ മതിലെല്ലാം പൊളിച്ച് കളഞ്ഞു. ആർക്കും മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ പാടില്ല, പൊളിച്ച് കളഞ്ഞു. പിന്നെ അത് ഇനിയിപ്പോൾ അത് നല്ലൊരു ശാശ്വത പരിഹാരം കണ്ട് ഈ ഓട മാറ്റി പഴയതുപോലെ പുറംപോക്കിന് അടുത്ത് കെട്ടി റോഡ് പഴയതാക്കി തന്നെ നമ്മുടെ അഭിപ്രായം. സഞ്ചാര സ്വാതന്ത്ര്യം പൗരൻ്റെ അവകാശങ്ങളിലൊന്നാണ്. അത് ഉറപ്പാക്കി നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.